നമസ്കാരം. 2025 രാഹുകേതു മാറ്റം കർക്കിടകം രാശി അഥവാ കർക്കിടകം ലഗ്നം ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, മുക്കാൽ, പൂയം, ആയില്യം. ഇവിടെ കേതു നിങ്ങളുടെ 2-ാം ഭാവത്തിലൂടെയും രാഹു നിങ്ങളുടെ 8-ാം ഭാവത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. 2-ാം ഭാവം എന്നത് നിങ്ങളുടെ ധനഭാവമാണ്. ധനം, വാക്ക്, ഫാമിലി എന്നിവയെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാവമാണ്. 8-ാം ഭാവം എന്നത് സഡൻ ഗെയിൻസ്, ഇൻലോസ്, ഇൻഹെറിറ്റൻസ്, സീക്രട്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ഈ ഒരു ട്രാൻസിറ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിനാണ്. സ്കിൻ ഡിസീസസ്, ജോയിൻറ്റ് പെയിൻസ്, ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന രോഗങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുകയും അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതുമായ ഒരു ടൈമായിരിക്കും. ആക്സിഡൻസിലൂടെ ചതവുകളൊക്കെ ഉണ്ടാകാം. സോ ഹെൽത്ത് എന്നത് ഇവിടെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ട്രാൻസിറ്റിൽ ഏറ്റവും അധികം ചിന്തിക്കുന്നത് നിങ്ങളുടെ മണി മാനേജ്മെൻറ്റിനെ പറ്റിയായിരിക്കും. ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടും, ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, കുറച്ചും കൂടി ഫിനാൻഷ്യൽ ഡിസിപ്ലിനൊക്കെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം കൂടുതലായിട്ടും വരുന്നത്. മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി തിങ്ക് ചെയ്യുന്ന ഒരു ടൈമാണ് ഇത്. ആ ഒരു ഏരിയയിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് കൂടുതലായും വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സഡൻ ഗെയിൻസ് വന്നു ചേരുന്നതാണ്. അത് കൂടുതലും ഇൻഹെറിറ്റൻസിലൂടെ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രവുമല്ല സ്റ്റോക്ക് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഫോറിൻ ട്രാവൽസ്, അതുവഴിയും നിങ്ങൾക്ക് സഡൻ ഗെയിൻസിനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ സീക്രട്സ് ഒക്കെ റിവീൽ ആകാൻ ചാൻസ് ഉള്ള ഒരു ടൈമാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും. അത് പിന്നീടൊരു ഫാമിലി ഡിസ്പ്യൂട്ട്സിന് വഴിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും സംഭവിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ഫാമിലി ഡിസ്പ്യൂട്ട്സിന് വളരെയധികം ചാൻസ് ഉള്ള ഒരു ടൈമാണിത്. അതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. സ്പിരിച്വൽ ഇൻക്ലിനേഷൻ നിങ്ങൾക്കുണ്ടാകാം. അതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈമായിരിക്കും. എന്താണ് ഭക്തി, എന്തിനാണ് ആരാധനാലയങ്ങൾ, അഥവാ ഇനി ഓൾറെഡി ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മറ്റൊരു തലത്തിലേക്ക് ആ അറിവ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ്. പിന്നെ ഇവിടെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ വാക്കുകളാണ്. മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ടൈമാണ്. മുന്നിൽ നിൽക്കുന്നവരുടെ മനോനില മനസ്സിലാക്കി സംസാരിക്കാനും നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിലുള്ള സംസാരവും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ബാഡ് എഫക്ട്സ് കൊണ്ടുതരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻലോസിൻ്റെ ഹെൽത്തിനും നല്ല രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഒരു ടൈമാണ്. ഹെൽത്ത് റിലേറ്റഡ് ബാഡ് ന്യൂസൊക്കെ ഇൻലോസിൻ്റെ ഫാമിലിയിൽ നിന്ന് കേൾക്കാനിടയുണ്ട്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡ്സൊക്കെ മാക്സിമം കുറയ്ക്കുക. നിങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി ഒരു ബോധം വരുന്ന ടൈമാണ്. സോ ഇത്രയുമാണ് ഈ ഒരു ട്രാൻസിറ്റിൽ കർക്കിടക ലഗ്നം അല്ലെങ്കിൽ കർക്കിടകൻ രാശിയിൽ ജനിച്ചവരോട് പറയാനുള്ളത്. ഇതെല്ലാം ജനറൽ പ്രഡിക്ഷൻസ് മാത്രമാണ്. ഇവിടെ ചെയ്യേണ്ട റെമഡീസ് എന്താണെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. സോ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.